സർക്കാർ ചെലവിൽ UGC വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ കേരളം. UGC ചട്ട ഭേദഗതിക്കെതിരെയാണ് കൺവെൻഷൻ. കൺവെൻഷന്റെ പേരിൽ നടക്കുന്നത് BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി യോഗം. കേരളം, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ്, കർണാടക സംസ്ഥാനങ്ങൾക്കാണ് ക്ഷണം. പങ്കെടുക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവധി നൽകി മാർഗനിർദ്ദേശം പുറത്തിറക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ നാളെ രാവിലെ 10:30 തിരുവനന്തപുരത്ത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ദേശീയ കൺവെൻഷൻ, വിദ്യാഭ്യാസ കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് കരട് UGC മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ ഒരു ശക്തി പ്രകടനം നടത്തുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു യോഗം ചേരുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാല VC-മാരെ അടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, തന്നെ പ്രതിപക്ഷ MLA-മാർ, മന്ത്രിമാർ അടക്കമുള്ളവരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 10:30 ആരംഭിക്കുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നത് പഞ്ചാബ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഹർജോത് സിംഗ്, ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ, ഈ കർണാടക മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ സർക്കാർ ചെലവിലാണ് ഈ ഒരു യോഗം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്തെ വിവിധ സർവകലാശാല VC-മാർക്കടക്കം ഇതിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം നൽകിയതിൽ കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു മാർഗനിർദ്ദേശത്തിലും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിലും സൂചിപ്പിക്കുന്നത് ഓരോ സർവകലാശാലകളും ഇതിന്റെ ചെലവ് ഏറ്റെടുക്കണം, ഒപ്പം തന്നെ മിനിമം ആളുകളെ ഈ സർവകലാശാലകളിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ നിന്ന് കോട്ട നിശ്ചയിച്ച് 400 പേരെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് 100 പേരെ പങ്കെടുപ്പിക്കണമെന്നും സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ ചെലവും സർവകലാശാലയുടെ തനത് ഫണ്ടിൽ നിന്നും വിനിയോഗിക്കണം എന്നുള്ളതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. വിവിധ VC-മാർ അടക്കമുള്ളവർ, ഒപ്പം തന്നെ വിവിധ മന്ത്രിമാർക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കേരള സർവകലാശാല VC അടക്കം ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് VC ചാൻസലർക്ക് മെയിൽ അയച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം രാജേന്ദ്ര അർലേക്കർ, കേരള ഗവർണർ, ചാൻസലർ കൂടിയായ അദ്ദേഹത്തിന് ഓരോ VC-മാരും അവരുടെ നിലപാട് UGC മാർഗനിർദ്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണമടക്കം ലഭ്യമായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഇവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു വേദി എന്ന് മാത്രമായിരുന്നു സർവകലാശാല VC-മാരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ സ്വഭാവം മാറുന്നു. സർക്കാർ ചെലവിൽ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ സർവകലാശാലകളുടെ ഏറ്റവും ഉന്നതിയിൽ ഇരിക്കുന്ന ഒരു വിഭാഗത്തെ ചോദ്യം ചെയ്യാനായി, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായി ഒരു യോഗം ചേരുന്നു. അതിൽ BJP ഇതര ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെയും വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെയും ക്ഷണിക്കുന്നു. പ്രതിപക്ഷത്തെ അടക്കം ഒപ്പം ചേർക്കാനുള്ള ശ്രമം നടക്കുന്നു. ചാൻസലർ അടക്കമുള്ളവരെ മാറ്റി നിർത്താനുള്ള ശ്രമം നടക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ചേരുമ്പോഴാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിവിധ സർവകലാശാലകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ അവർ പങ്കെടുക്കാനുള്ള വിമുഖത അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് അടക്കം നൽകും. അവധി അടക്കം ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവധി നൽകാനുള്ള ഒരു ഉത്തരവ് കൂടിയാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് നിർബന്ധിതമായി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെയും UGC-ക്കെതിരെയും കൈകോർക്കുക, ഒരു സമരത്തിന് ആഹ്വാനം നടത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നാളെ ഈ പരിപാടിയിൽ ഔദ്യോഗികമായ ഒരു പ്രമേയം അടക്കം പാസാക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നിലവിലെ നിയമസഭാ സമ്മേളനത്തിലടക്കം ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കെയാണ് നാളെ രാവിലെയോടുകൂടി ഈ
ഈ ഒരു സമ്മേളനം നടക്കാൻ പോകുന്നത്. എന്തായാലും ആരൊക്കെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും, ഒപ്പം തന്നെ ഏതൊക്കെ വി സിമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നാളെ കണ്ടറിയേണ്ടത്. എന്തായാലും കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ അദ്ദേഹത്തിനുള്ള എതിർപ്പ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം തന്നെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഈ പരിപാടിയുടെ രീതി, ഒപ്പം തന്നെ ഈ പരിപാടിയിൽ ഏത് തരത്തിൽ തങ്ങൾ പങ്കെടുക്കണം, സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ ഏത് തരത്തിലുള്ള നടപടി ഗവർണർ സ്വീകരിക്കുമെന്നുള്ളതും കണ്ടറിയണം. എന്തായാലും ഒരു സർവകലാശാലയുടെ പരമോന്നതമായി മുകളിൽ നിൽക്കുന്ന ഒരു UGC എന്ന് പറയുന്ന അവർ തയ്യാറാക്കിയ ഒരു കരട് മാർഗനിർദ്ദേശത്തിനെതിരെയാണ് ഒരു സംസ്ഥാനം ആദ്യമായി ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത്. അതും വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സമരത്തിനിറങ്ങുന്നത്.